ഞാനിപ്പോൾ എത്രയോ കാര്യങ്ങൾ ലിസ്റ്റിനെ പറ്റി പറഞ്ഞു. ലിസ്റ്റിൻ പറയുന്നു ഞാൻ പറഞ്ഞ ഇപ്പം നിങ്ങളോട് തന്നെ കുറച്ച് മുമ്പേ പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണ്, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എല്ലാം കള്ളത്തരമാണെന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ലിസ്റ്റിൻ പറയുന്നു. ഞാൻ ലിസ്റ്റിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നുണയാണെന്ന് ലിസ്റ്റിന് തെളിയിക്കാൻ പറ്റിയാൽ ഈ ഇൻഡസ്ട്രി വിട്ടുപോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ലിസ്റ്റിനെതിരെ ഉന്നയിച്ചേക്കുന്ന കാര്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിൻ ഇൻഡസ്ട്രി വിട്ടു പോകാൻ തയ്യാറാവുമോ? അതാണ് ഞാൻ ലിസ്റ്റിനോട് ചോദിക്കുന്നത്. അത് കാര്യം ഞാൻ പറഞ്ഞേക്കുന്നത് എല്ലാം വാസ്തവമുള്ള കാര്യങ്ങളാണ്, എല്ലാത്തിനും കൃത്യമായ തെളിവുകളുള്ള കാര്യങ്ങളാണ്. ലിസ്റ്റിനോട് എനിക്ക് പേഴ്സണലി ഒരു വൈരാഗ്യവും ഇല്ല, ലിസ്റ്റിൻ എന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു വൈരാഗ്യവും ഇല്ല. പക്ഷേ നമ്മൾ മറ്റു നിർമ്മാതാക്കളെയും എല്ലാവരെയും നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് അതിനെ ചൂണ്ടിക്കാണിച്ചത്. അത് മൊത്തത്തിൽ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ കൊച്ചു കൊച്ചു നിർമ്മാതാക്കൾ ഇല്ലാതാവുന്നത് വഴി സിനിമകൾ ഇല്ലാണ്ടാവുകയാണ്. അവിടെ പിന്നീട് അതായത് വലിയ സിനിമകൾ മാത്രം പോരല്ലോ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കാൻ. ഇവിടെ ചെറിയ ചെറിയ സിനിമകളും വേണം. എത്രയോ ആൾക്കാർ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചു നിൽക്കുന്നു, എത്രയോ ടെക്നീഷ്യൻസ്, അവർക്കൊന്നും അവസരങ്ങൾ ഇല്ലാണ്ടാവുകയാണ്. ഒരു വ്യവസായത്തെ തന്നെ തകർക്കുന്ന രീതിയിലാണ് ലിസ്റ്റിൻ പെരുമാറുന്നത്. ഞാനിപ്പോൾ ലിസ്റ്റിൻ എൻ്റെ നേർക്ക് പറഞ്ഞ് ഒരു ഡിഫമേഷൻ കേസ് കൊടുത്തിരിക്കുന്നു. ഞാൻ ഈ ഇലക്ഷന് മത്സരിക്കുന്നു എന്ന് വന്നപ്പോഴാണ് ലിസ്റ്റിൻ ഇപ്പം ശ്വേത ചേച്ചിക്കെതിരെ മറ്റേ കേസ് കൊടുത്തതുപോലെ തന്നെ എനിക്കെതിരെ ഡിഫമേഷൻ കേസ് വന്നു. അപ്പം ഇതെല്ലാം രീതികളെല്ലാം ഒന്നാണ്. അപ്പം ഇതെല്ലാം ഒരേ സോഴ്സിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുമല്ലോ. എല്ലാ രീതികളും ഒന്നാണ്. അപ്പം ഈ ഡിഫമേഷൻ കേസ് എന്തിനാണ് എനിക്ക് നേരെ വന്നത്? ഞാൻ പറഞ്ഞത് ലിസ്റ്റിൻ വട്ടിപ്പലിശക്കാരനാണെന്നാണ്. അത് ലിസ്റ്റിൻ തന്നെ സകല മാധ്യമങ്ങളോടും നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ലിസ്റ്റിൻ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതെ, ഞാൻ വട്ടിപ്പലിശക്കാരനാണ്, അതിനിപ്പോൾ എന്താണ് എന്നാണ് ലിസ്റ്റിൻ ചോദിച്ചത്, അല്ലേ? അത് ഇതിനകത്ത് ഞാൻ എന്താണ് പറയേണ്ടത്? അതിനകത്ത് ഞാൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമെങ്കിലും ലിസ്റ്റിന് നുണയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഞാൻ ഇവിടം വിട്ടു പോകാൻ ഞാൻ തയ്യാറാണ്.